നമ്മൾ കാർബോക്സിലിക് ആസിഡിനെ പറ്റില്ല പറഞ്ഞുകൊണ്ട് വന്നത്. കാർബോക്സിലിക് ആസിഡിന്റെ പ്രിപ്പറേഷൻ ആണ്. അതിലൊരു നമ്മൾ സിലബസിൽ പറഞ്ഞ ഒരു മെത്തേഡ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു. ദാറ്റ് ഈസ് ദ hydrolysis of cyanides or nitrites. Generally we can write a RCN. We have seen that the hydrolysis can be brought about either by heating with a aqueous acid or by heating with a aqueous alkali. രണ്ടാലും കുഴപ്പമില്ല. നമുക്ക് എഴുതാം RCOOH. Or we can say that a specific example CH3CH2CN, CH3CH2COH. Okay. Or in the case of aromatic gases, you can similarly write ARCN. ARCOH, or a specific example you can say C6H5CN, cyanobenzene, giving C6H5COH. And you can make it more specific by heating with acid and heating delta S. കൂടുതൽ ക്ലിയർ ആയി മനസ്സിലായില്ലേ? ഇവിടെ ഞാൻ ശ്രദ്ധിക്കാനുള്ളത്, if the molecule has more than one cyanide group, both these groups will be converted into carboxyl group. ഒന്നിൽ കൂടുതൽ cyanide group ഉണ്ടെങ്കിൽ അതും ഒരേപോലെ. For example, if you have a common like this CH2CN, ഈ കോമ്പൗണ്ട് the product into ECN COH ആയി മാറും. You can see that CH2COH, ഈ ഭാഗത്തും COOH. ഒന്നിൽ കൂടുതൽ സയനോ ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ അതെന്താവും? അതെല്ലാം കാർബോക്സിലിക് ആസിഡ് ഗ്രൂപ്പായി മാറും, കാർബോക്സിൽ ഗ്രൂപ്പായി മാറും. ബൈ ദി ഹീറ്റിംഗ് വിത്ത് എ ഡൈല്യൂട്ട് aqueous acid, sulfuric acid or dilute sulfuric acid ഉപയോഗിക്കാം, നൈട്രിക് ആസിഡ് ഉപയോഗിക്കാം. It can be converted into ആസിഡിന്റെ ഓക്സിഡൈസിംഗ് പ്രോപ്പർട്ടി ഒന്നും അവിടെ വരുന്നില്ല. ആസിഡിന്റെ അസിഡിക് പ്രോപ്പർട്ടി ആണ് അവിടെ പ്രധാനപ്പെടുന്നത്. എനി ആസിഡ് ക്യാൻ കൺവേർട്ട് എ സയനൈഡ് ഇൻടു കാർബോക്സിലിക് ആസിഡ്. അതേപോലെ തന്നെ അരോമാറ്റിക് ആസിഡ്, ഇഫ് യു ഹാവ് എ കോമ്പൗണ്ട് ലൈക്ക് ദിസ്, it is a orthodicyanobenzene. Orthodicyanobenzene is a hydrolyzed by heating with a aqueous acid. ECN COH ആവും, ECN COH ആവും. താലിക് ഈ ആസിഡിന്റെ പേര് താലിക് ആസിഡ് എന്നാണ്. ഇവിടെ കിട്ടുന്നത് ദിസ് ഇസ് സക്സീനിക് ആസിഡ്. വേറൊക്കെ നമ്മളിങ്ങനെ പഠിക്കും, ഇങ്ങനത്തെ ആസിഡൊക്കെ പഠിക്കാറുണ്ട്. മനസ്സിലാക്കേണ്ടത് ആ മോളിക്യൂൾ അലിഫാറ്റിക് ആയാലും അരോമാറ്റിക് ആയാലും, ഒരു സൈനോ ഗ്രൂപ്പായാലും കൂടുതൽ സൈനോ ഗ്രൂപ്പായാലും എല്ലാ സൈനൈഡ് ഗ്രൂപ്പ് എന്തായി മാറും? COH ഗ്രൂപ്പായി മാറും. Cyanide group is converted into COH group by hydrolysis. And usually such reactions for the preparation of a carboxylic acid are generally called cyanide synthesis എന്ന് പറയും. The conversion of a cyanide into carboxylic acid. Cyanide synthesis for the preparation of a carboxylic acid. ഒരു കാര്യം ശ്രദ്ധിക്കാൻ, ഞാനിവിടെ ആസിഡ് എഴുതിയിരിക്കുന്നത് ബേസ് ആയാലും കുഴപ്പമൊന്നുമില്ല, മനസ്സിലായില്ലേ? പക്ഷെ ബേസ് ആവുമ്പോൾ ചെറിയ ഒരു പ്രശ്നമല്ല. ബേസ് ആവുമ്പോൾ ബേസ് എന്ത് ചെയ്യും? ബേസ് ഓൾസോ വിൽ കൺവേർട്ട് ദ കാർബോക്സിലിക് ആസിഡ് cyanide into carboxylic acid, no problem. But if a carboxylic acid is formed in a basic medium, carboxylic acid base, ഈ ആസിഡ് ബേസിക് മീഡിയത്തിൽ ആസിഡ് ബേസ് കൂടെ റിയാക്ട് ചെയ്ത് സോൾട്ട് ആയി മാറും എന്നുള്ള പ്രശ്നമുണ്ട്. ആ സോൾട്ട് നമ്മൾ വീണ്ടും അസിഡിഫൈ ചെയ്തിട്ട് ആസിഡ് ആക്കി. ഇത് മനസ്സിലായല്ലോ? ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, മനസ്സിലാക്കുമ്പോൾ സൈനൈഡ് ഗ്രൂപ്പ് എവിടെയൊക്കെ സൈനൈഡ് ഗ്രൂപ്പ് ഉണ്ടോ അതൊക്കെ എന്തായി മാറും? COH. ഒരു സൈനൈഡ് ആയാലും ശരി, രണ്ട് സൈനൈഡ് ആയാലും ശരി, ഇനി മൂന്ന് സൈനൈഡ് ആയാലും ശരി, എല്ലാ സൈനൈഡ് ഗ്രൂപ്പും COH സാധാരണഗതിയിൽ COH ഗ്രൂപ്പായി മാറും. ഇനി നമ്മൾ ആസിഡിന് പകരം ബേസ് ഉപയോഗിക്കുന്ന വെച്ചോ കുഴപ്പമൊന്നുമില്ല, നമ്മൾ അതിനെപ്പറ്റി അധികം ബോധർ ചെയ്യേണ്ട ആവശ്യമില്ല. എന്നാലും ഇഫ് യു ഹാവ് എ റിയാക്ഷൻ ലൈക്ക് ദിസ് RCN, heating with a base എന്നാണ് ഇതിന്റെ അർത്ഥം അല്ലേ? It is converted into RCOH ആവും. പക്ഷെ എന്താണ് ഈ ബേസ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ സോഡിയം ഹൈഡ്രോക്സൈഡ് ആവാം,
പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് സാറിന് ഉപയോഗിക്കുന്ന ബേസ് അതൊക്കെയാണ്. അപ്പൊ എന്തായി മാറും? ആസിഡ് ആയി കഴിഞ്ഞാല് ആ ഉണ്ടാവുന്ന ആസിഡ് ആ മീഡിയത്തിലുള്ള ബേസുമായി റിയാക്ട് ചെയ്തിട്ട് എന്തായി മാറും? സോൾട്ട് ആയി മാറിയിട്ട് കിട്ടും നമുക്ക് RCO minus. Or say if it is NaOH, RCOONA എന്നുള്ള സോൾട്ട് ആണ് കിട്ടുക. Instead of the carboxylic acid itself, we get the salt of the acid if the hydrolysis is carried out in a alkaline medium. For example, if you say heat a methyl cyanide or acetonitrile with a say sodium hydroxide, we can see that you are not getting directly carboxylic acid, but we will get a CH3COONA if it is a NaOH. KOH ആണ് CH3COK എന്നുള്ള സോൾട്ട് ആണ് കിട്ടുക. അപ്പോൾ NaOK എന്ന് സ്പെസിഫിക് ആയിട്ട് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം? CH3COO മൈനസ് എന്നുള്ള അയൺ ആണ് കിട്ടുക. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ നമ്മൾ അസിഡിഫൈ ചെയ്താൽ ഈ കിട്ടിയ സൊല്യൂഷനെ എന്താക്കി മാറ്റുക? ആൽക്കലൈൻ മീഡിയത്തിൽ നിന്ന് ആസിഡ് മീഡിയത്തിൽ മാറ്റുക. ബൈ ദി അഡിഷൻ ഓഫ് CHCl, dilute HCl or dilute sulfuric acid or dilute nitric acid. You can see that this is converted into CH3COOH. അപ്പൊ അത് ഒരു സ്റ്റെപ്പ് കൂടി കൂടുതൽ വേണമെന്ന് മാത്രമേ ഉള്ളൂ. എന്താ പിന്നെ ആദ്യമേ ഈ ആസിഡ് ഉപയോഗിച്ചാൽ സംഗതി റെഡിയാണ്, ആസിഡ് ഉപയോഗിച്ചാൽ മതി. പക്ഷെ ആൽക്കലി ഉപയോഗിച്ച് ഹൈഡ്രോളിസിസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഇങ്ങനെ എഴുതുന്ന ചെറിയൊരു തെറ്റുണ്ട്. ഇതിന് പകരം ഇതാണ് കിട്ടുക. മനസ്സിലായില്ലേ? ഇത് എഴുതിയ മനസ്സിലായല്ലോ. ഇപ്പൊ ഞാൻ OH മൈനസ് എഴുതിയോണ്ടാണ് RCO മൈനസ് എഴുതിയത്. ഇവിടെ NaOH എന്ന് എഴുതിയാല് RCONA എന്ന് എഴുതാം. ഇവിടെ KOH എന്ന് എഴുതിയാല് RCOK എന്ന് എഴുതാം. മനസ്സിലായില്ലേ? അവിടെ ശ്രദ്ധിക്കുക, RCOOK പ്ലസ് HCl will give RCOOH പ്ലസ് KCl. ഇപ്പോൾ ഉണ്ടായ സോഡിയം സോൾട്ട് നമ്മൾ എന്ത് ചെയ്യണം? പൊട്ടാസ്യം സോൾട്ട് നമ്മൾ എന്ത് ചെയ്യണം? ആസിഡിഫൈ ചെയ്യണം. അല്ലെങ്കിൽ ഇതെങ്ങനെ നമുക്ക് RCO മൈനസ് പ്ലസ് S നമ്മൾ അസിഡിഫൈ ചെയ്യുന്നത് മതി. ഇങ്ങനെ എഴുതുമ്പോഴേ ഇത് മാത്രം എഴുതിയാൽ മതി. മനസ്സിലായി? RCOOH. So if you get the salt of the acid, that is to be acidified. Say it may be say HCl or H2, whatever it may be, an acid, a mineral acid. An acid എന്ന് പറഞ്ഞാൽ എല്ലാ ആസിഡും പറ്റില്ല. മിനറൽ ആസിഡ് ലൈക്ക് സൾഫ്യൂരിക് ആസിഡ്, നൈട്രിക്, നമ്മൾ കോമൺ ആയ 3 മിനറൽ ആസിഡ് ആണ്. സൾഫ്യൂരിക് ആസിഡ്, നൈട്രിക് ആസിഡ് ആൻഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ്. ഈ 3 ആസിഡിൽ ഏത് ആസിഡ് വെച്ചാൽ എന്ത് ചെയ്യും? ഈ സോഡിയം സോൾട്ട് ഓഫ് ദി ആസിഡ്, സോൾട്ട് ഓഫ് ദി ആസിഡ് ഇസ് കൺവേർട്ടഡ് ഇൻടു ദി കാർബോക്സിലിക് ആസിഡ്. പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ അത് സാറിന് എഴുതുമ്പോൾ നമ്മൾ രണ്ട് ഇങ്ങനെ എഴുതിയാൽ മതി. ജനറൽ ആയിട്ട് RCN, ഒന്ന് ഹീറ്റിംഗ് വിത്ത് OH മൈനസ്, 2 അതിനുശേഷം ആദ്യ സ്റ്റെപ്പില് NaOH ചേർത്ത് ഹീറ്റ് ചെയ്യുമ്പോൾ എന്താവും? ഈ സോഡിയം സോൾട്ടായി മാറും. ആ കിട്ടിയ സൊല്യൂഷനിലേക്ക് ആസിഡ് ചേർത്ത് കഴിഞ്ഞാല് RCOH ആയി മാറും. ഇതാണ് ഇതിന്റെ ശരിയായ ഇക്വേഷൻ വരുന്നത്. 2 സ്റ്റെപ്പ് ഉണ്ടല്ലേ. ആദ്യ സ്റ്റെപ്പ് ആൽക്കലി ഉപയോഗിക്കുമ്പോഴേ പ്രശ്നമുള്ളൂ. ആസിഡ് ഉപയോഗിച്ച് ഹൈഡ്രോളിസിസ് ചെയ്താൽ ഒരു പ്രശ്നമില്ല. ഡയറക്റ്റ് ആയിട്ട് നമുക്ക് കാർബോക്സിലിക് ആസിഡ് കിട്ടുമ്പോൾ നേരത്തെ എഴുതിയ ഇക്വേഷൻസ് ഒക്കെ അതാണ്. If you use an alkali, since the acid is formed in an alkaline medium, this acid and alkali will react together forming the salt of the acid, and salt of the acid can be converted into the acid itself by acidification with any mineral, dilute mineral acid. Okay. അതൊരു പോയിന്റ്. പിന്നെ വേറെ പോയിന്റ് ഉള്ളത്, ഞാൻ ഇന്നലെ അവസാനം പറഞ്ഞിരുന്നു, ഈ സയനൈഡ് എന്ന് പറഞ്ഞ സാധനം അത്ര എളുപ്പത്തിൽ കിട്ടുന്നതല്ല. ഇറ്റ്സ് നോട്ട് ഈസിലി അവൈലബിൾ. But actually the more easily available thing is the alkyl halide, RCl, or generally RX, alkyl chloride. ഇതാണ് നമ്മൾ സാധാരണ ഇതിൽ ഉപയോഗിക്കുന്നത്. എന്തിനെ? ഒരു കാർബോക്സിലിക് ആസിഡ് ഉണ്ടാക്കാൻ. In the case of a aliphatic carboxylic acid, we usually start with a alkyl chloride. എന്തിനാണ്? For the cyanide synthesis of carboxylic acid. We are not actually taking the cyanide itself. തുടക്കത്തിൽ സയനൈഡ് എടുത്തിട്ട് തുടങ്ങും. അതിന് വരെ എന്താ? ക്ലോറൈഡ് അല്ലെങ്കിൽ ഹാലൈഡ് ആണ്. കാരണം എന്താണ്? ഈ സയനൈഡ് അത്ര എളുപ്പത്തിൽ കിട്ടുന്ന സാധനമല്ല. അവൈലബിലിറ്റി ഉണ്ട്, പക്ഷെ എന്നാലും എളുപ്പത്തിൽ കിട്ടുന്നത് ഹാലൈഡ്സ് ആണ്. അപ്പൊ ഹാലൈഡ് എടുത്തിട്ട് എന്ത് ചെയ്യാം? RCl ഫസ്റ്റ് എന്ത് ചെയ്യാം? സോഡിയം സയനൈഡോ പൊട്ടാസ്യം സയനൈഡോ ഒക്കെ റിയാക്ട് ചെയ്യുമ്പോൾ എന്തായി മാറും? RCN ആയി മാറും. അതിനുശേഷം അതിനെന്ത് ചെയ്യാം? ഹീറ്റ് വിത്ത് ആസിഡ് ഗെറ്റ് RCOH. ഇങ്ങനെ സാധാരണ ഗതി ചെയ്യാം. ഇപ്പൊ തുടക്കം എവിടുന്നാണ്? അവർക്ക് ആൽക്കൈൽ ഹാലൈഡിൽ നിന്നാണ്. എന്തിൽ നിന്നല്ല? ആൽക്കൈൽ സയനൈഡിൽ നിന്നല്ല. ഇൻ ദി പ്രിപ്പറേഷൻ ഓഫ് എല്ലാം നമുക്ക് ചെയ്താൽ കുഴപ്പമൊന്നുമില്ല. പക്ഷെ നോർമൽ പ്രാക്ടീസ് യു സ്റ്റാർട്ട് വിത്ത് ഈ സയനൈഡ് കോസ്റ്റ്ലി ആണ്,
കിട്ടാൻ ബുദ്ധിമുട്ടാണ്. പോയിസണസ് ആണ്, ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പൊ ആൽക്കൈൽ ക്ലോറൈഡ് എടുക്കുക, ഇതും ഭയങ്കര പോയിസണാണ്, സോഡിയം സയനൈഡ്, പൊട്ടാസ്യം സയനൈഡ് ഒക്കെ ഇവനോ. Anyway, that is the actual route for the production of a carboxylic acid by cyanide synthesis. Alkyl chloride is taken, it is made to react with the solution of sodium cyanide or potassium cyanide so that the alkyl chloride is converted into alkyl cyanide. Alkyl cyanide can be hydrolyzed by heating with the acid forming the carboxylic acid. Okay. ഇനി അറൈൽ ആണെങ്കിലോ, അറൈൽ ക്ലോറൈഡ്. അറൈൽ ക്ലോറൈഡ് അത്ര എളുപ്പത്തിൽ റിയാക്ട് ചെയ്യില്ല സോഡിയം സയനൈഡ്. സാധാരണ ഇത് ചെയ്യുന്നത് അറൈൽ ക്ലോറൈഡ് ഈസ് കൺവേർട്ടഡ് ഇൻടു ഡയസോണിയം. അറൈൽ ക്ലോറൈഡ് പോലെ നമ്മൾ എടുക്കുന്നത് അരോമാറ്റിക് ഡയസോണിയം സോൾട്ട് ആണ്. അരോമാറ്റിക് ArN2Cl. ഡയസോണിയം സോൾട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ പഠിക്കും. ഡയസോണിയം ക്ലോറൈഡ് ഡയസോഡൈസേഷൻ ചെയ്ത് കിട്ടുന്ന പ്രോഡക്റ്റ് ആണ്. അതിൽ നിന്ന് കുപ്രസ് സയനൈഡ് റിയാക്ട് ചെയ്താൽ എന്ത് കിട്ടും? ArCN കിട്ടും. CN പറ്റി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹീറ്റിംഗ് വിത്ത് ആസിഡ് വിൽ ഗിവ് ArCOH. അപ്പൊ ഒറ്റ വാക്ക് ശ്രദ്ധിച്ചാൽ മതി. We prepare carboxylic acid by cyanide synthesis by the hydrolysis of alkyl cyanide as well as aryl cyanide. And in the case of alkyl carboxylic or aliphatic carboxylic acid, we can say the starting material is usually alkyl chloride. And in the case of aromatic carboxylic acid, starting material is the disodium salt. Aryl chloride, alkyl chloride ആയാലും ശരി, ഡൈസോണിയം സോൾട്ട് ആയാലും ശരി, ഫസ്റ്റ് സ്റ്റെപ്പിൽ അതിനെ സയനൈഡ് ആക്കി മാറ്റി അതിന് ശേഷമാണ് നമ്മൾ അതിനെ എന്ത് ചെയ്യുന്നത്? ഹൈഡ്രോളൈസ് ചെയ്തിട്ട് ആസിഡ് ആക്കുന്നത്. മനസ്സിലാക്കുക. ഈ ഭാഗം അത്രയും ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിൽ ശ്രദ്ധിക്കുക. നമ്മൾ തുടങ്ങുന്നത് ഇതിൽ നിന്ന് നമ്മൾ ആദ്യം പഠിച്ചത് ഇതൊന്നാണ്, പക്ഷേ അതിന് തൊട്ട് പുറകുന്നാണ് തുടങ്ങുന്നത് സാധാരണഗതിയിൽ. അതായത് അരോമാറ്റിക് ഡൈസോണിയം സോൾട്ട് കുപ്രസ് സയനൈഡ് റിയാക്ട് ചെയ്താൽ അറൈൽ സയനൈഡ് കിട്ടി. അറൈൽ സയനൈഡ് ക്യാൻ ബി കൺവേർട്ടഡ് ഇൻടു അരോമാറ്റിക് കാർബോക്സിലിക് ആസിഡ്. Similarly, alkyl halide reaction with the sodium or potassium cyanide is converted into alkyl cyanide, which can be hydrolyzed by heating with acid into carboxylic acid. അപ്പോൾ അത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക. That is a preparation of a carboxylic acid from cyanides or nitrites. Okay. അത് ഒരു മെത്തേഡ്. പിന്നെ നമ്മൾ സിലബസിൽ പറഞ്ഞിരിക്കുന്ന അടുത്ത മെത്തേഡ്, ദാറ്റ് ഈസ് ഫ്രം, ആ പേര് നമുക്ക് വളരെ പരിചിതമായ ഒരു പേരാണ്, ഫ്രം Grignard reagents. Grignard reagents can also be used conveniently for the preparation of a carboxylic acid. Grignard reagents, you know? Yes. Or MgCl, MgX is or aryl or alkyl magnesium halides are generally called Grignard reagents. ഈ Grignard reagent ഉപയോഗിച്ച് വളരെ എളുപ്പത്തിൽ കാർബോക്സിലിക് ആസിഡ് ഉണ്ടാക്കാം. The reaction is Grignard reagents usually add carbon dioxide. Carbon dioxide ആയിട്ട് addition reaction തരും. സിമ്പിൾ ആയിട്ട് നമുക്ക് ഇങ്ങനെ എഴുതാം, RMgCl plus carbon dioxide give RCOO MgCl, which can be hydrolyzed with RCOOH plus MgOHCl. The byproduct carboxylic acid. You can see again that alkyl magnesium chloride react with the carbon dioxide. This reaction is a addition reaction. Grignard reagents addition carbon dioxide എന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവുക? ഇതാണ് carbon dioxide. And you know Grignard reagent is RMgX. ഹാലൈഡ് എന്നതാണ്. ഇത് രണ്ടും കൂടെ റിയാക്ട് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ you can see that RMgX is R minus and MgX plus ഇങ്ങനെ ഉണ്ടാവും. Okay, and you can see that this ഇങ്ങനെ ഷിഫ്റ്റ് വരും. ഇലക്ട്രോൺ ഷിഫ്റ്റ് കംപ്ലീറ്റ് ആകുമ്പോൾ പ്ലസ് മൈനസ് കുഴപ്പമൊന്നുമില്ല, അല്ലെ പ്ലസ് ഇങ്ങനെ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവും. And you can see that the negative part goes to as the positive carbon and the positive part goes to the negative. അപ്പോൾ എന്തായി മാറുന്നത് ശ്രദ്ധിക്കുക, ഡബിൾ ബോണ്ട് CrO
MgX. അതാണ് നമ്മളിവിടെ കാണിക്കുന്നത് RCOO-MgCl. ഇങ്ങനെയാണ് RCOO-MgCl എന്നായി മാറും. That is the Grignard reagent adds to carbon or carbon dioxide is added. രണ്ടാമത് കുഴപ്പമില്ല. കാർബൺ ഡൈ ഓക്സൈഡ് നമ്മൾക്ക് Grignard ആഡ് ചെയ്യുമ്പോൾ Grignard reagent breaks into R plus and MgX, sorry R minus and MgX plus. And the negative part go to the positive carbon and the positive part go to the negative oxygen and you get a RCOO. ഈ എഴുതിയിരിക്കുന്ന സ്ഥലത്ത് ഇങ്ങനെ ഉണ്ടാവുക. ഇനി എന്ത് ചെയ്യും? ഇത് ഹൈഡ്രോളൈസ് ചെയ്യും. You see that RCOOH ഉണ്ടാവും, MgOHX ഉണ്ടാവും. RCOOH, MgOHX ഇങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നത്. മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. Generally you can say that when carbon dioxide react with a Grignard reagent, the Grignard reagent adds to carbon dioxide forming an additional product which on hydrolysis dilute acid and വെറും വാട്ടർ ആയാലും കുഴപ്പമില്ല. വാട്ടർ റിയാക്ട് ചെയ്ത് acid react ചെയ്ത can see that a molecule of water breaks this compound into two RCOOH and MgOHX. Aliphatic ആയാലും aromatic ആയാലും ഒരേപോലെ റിയാക്ട് ചെയ്യും. Grignard reagent both aliphatic and aromatic. Aryl or alkyl magnesium halides react with a carbon dioxide. ഈ Grignard reagents എന്ന് പറഞ്ഞാൽ വളരെ റിയാക്റ്റീവ് ആയ കോമ്പൗണ്ട്സ് ആയിട്ട് നിങ്ങൾ വേറെ പഠിക്കുന്നുണ്ട്. അത് സാധാരണ ഒരു സൊല്യൂഷനിലാണ് പ്രിപ്പയർ ചെയ്യുക. സോളിഡ് ആയിട്ടൊന്നും ഉണ്ടാക്കി വെക്കുക, എക്സ്പ്ലോസീവ് ആണ്. ഇതെങ്ങനെ ഉണ്ടാക്കുന്നത്? ഇത് ഉണ്ടാക്കുന്നത് RMgX is formed by the reaction of RX plus Mg. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ഇൻ ഈതർ എന്നുള്ള സോൾവെന്റ്. അതൊരു ഓർഗാനിക് സോൾവെന്റ് ആണ്, ലിക്വിഡ് ആണ്. അതിൽ ആൽക്കൈൽ ഹാലൈഡും മെഗ്നീഷ്യം കൂടി ആഡ് ചെയ്ത് കഴിയുമ്പോൾ ഇത് രണ്ടും പെട്ടെന്ന് റിയാക്ട് ചെയ്ത് ഇങ്ങനെ ഒരു സാധനം ഉണ്ടാവും RMgX. മനസ്സിലായില്ലേ? RX plus Mg giving RMgX. ആ സൊല്യൂഷൻ തന്നെ ഉപയോഗിക്കുക. ആ സൊല്യൂഷനിലേക്ക് കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് പാസ് ചെയ്യാം. അപ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ഈ പ്രോഡക്റ്റ് കിട്ടുന്നത്. Or you can add a solid carbon dioxide. Solid carbon dioxide എന്ന് പറഞ്ഞാൽ ഡ്രൈ ഐസ്. നിങ്ങൾ കേട്ടില്ല? ഡ്രൈ ഐസ് എന്ന് പറയും. കാർബൺ ഡൈ ഓക്സൈഡ് തണുപ്പിച്ച് സോളിഡ് ആക്കി അത് ആഡ് ചെയ്യാം. അല്ലെങ്കിൽ ഡ്രൈ ഡ്രൈ ആയിരിക്കണം എപ്പോഴും. ഡ്രൈ കാർബൺ ഡൈ ഓക്സൈഡ് പാസ് ചെയ്യാം. ബിക്കോസ് ദിസ് കോമ്പൗണ്ട് ഈസ് ഹൈലി റിയാക്റ്റീവ്. Grignard reagent ഉണ്ടാകുമ്പോൾ തന്നെ റിയാക്ട് ചെയ്തു വാട്ടറുമായിട്ട്. വളരെ റിയാക്റ്റീവ് ആണ്. മനസ്സിലായില്ല? അപ്പൊ ഡ്രൈ കാർബൺ ഡൈ ഓക്സൈഡ് അതിലേക്ക് കൂടി പാസ് ചെയ്യുകയോ അല്ലെങ്കിൽ സോൾട്ട് കാർബൺ ഡൈ ഓക്സൈഡ് ആഡ് ചെയ്യുകയോ ചെയ്യുമ്പോൾ ഇത് രണ്ടും കൂടി റിയാക്ട് ചെയ്തിട്ട് RCOO-MgX എന്നുള്ള കോമ്പൗണ്ട് ഉണ്ടാവും. അതിനുശേഷം അതിലേക്ക് സ്വല്പം വെള്ളം ചേർത്ത ഉടനെ അത് ഹൈഡ്രോളൈസ് ചെയ്തിട്ട് എന്തായി മാറും? കാർബോക്സിലിക് ആസിഡും MgOHCl ആയിട്ട് മാറും. ബൈ പ്രോഡക്റ്റ് അച്ഛനും പറയുമ്പോൾ അതിലേക്ക് കാർബോക്സിലിക് ആസിഡ്. അത് അലിപ്പാറ്റിക് ആയാലും അരോമാറ്റിക് ആയാലും അത് ആപ്ലിക്കബിൾ ആണെന്ന് മനസ്സിലാക്കാം. ഇത് വേറൊരു മെത്തേഡാണ്. ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം ഇതെല്ലാം ഡ്രൈ കണ്ടീഷൻ ചെയ്യണം എന്നുള്ളത്. കാരണം ഉണ്ടാവുന്ന Grignard reagent ഫോമിൽ എന്താണ്? RMgX എന്നുള്ള Grignard reagent വല്ല കാരണവശാലും വെള്ളമായിട്ട് കോണ്ടാക്ട് വരികയാണെങ്കിൽ H2O. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്തുണ്ടാവും? Yes, that will hydrolyze into RH and MgH. ഇതിന്റെ കൂടിയും ഇത് H പ്ലസും OH നേരത്തെ മൈനസ് ആയി മാറും. H പ്ലസ് R മൈനസിന്റെ കൂടി ചേർന്ന് RH ഉം MgOHX ആയിട്ട് എപ്പോഴേ ഹൈഡ്രോളൈസ് ചെയ്ത് പോകും. വെള്ളം കാർബൺ ഡൈ ഓക്സൈഡിന്റെ കൂടെ നമ്മൾ മോയ്സ്ചർ ഉണ്ടെങ്കിൽ പ്രിഫറബിളി റിയാക്ട് വിത്ത് മോയ്സ്ചർ ഓർ വാട്ടർ ഫോമിങ് ആൽക്കൈൻ ആൻഡ് MgOHX. അപ്പൊ വാട്ടർ ആയിട്ട് യാതൊരു വിധത്തിലുള്ള കോണ്ടാക്ട് ഡ്രൈ കണ്ടീഷനിലാണ് എപ്പോഴും Grignard reagent ഉണ്ടാക്കുന്നത്. ഡ്രൈ ആയ ആൽക്കൈൽ ഹാലൈഡും ഡ്രൈ ആയ മെഗ്നീഷ്യം കൂടെ റിയാക്ട് ചെയ്താൽ എന്ത് കിട്ടും? RMgX കിട്ടും. ആ സൊല്യൂഷൻ തന്നെ ഉപയോഗിച്ചാൽ മറ്റു സാധനങ്ങൾ എന്തുകൊണ്ട് ഇത് ഒരുപാട് ഈ Grignard reagent കൊണ്ട് നമുക്ക് ഒരുപാട് മറ്റു കോമ്പൗണ്ട്സ് ഉണ്ട്. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് +2-ന്. ഇപ്പം പഠിച്ച് കഴിഞ്ഞിട്ട് പഠിക്കും. മനസ്സിലായില്ലേ? ഇപ്പൊ മനസ്സിലാവും Grignard reagent പ്രത്യേകത. നമ്മളിപ്പോൾ തൽക്കാലം എന്താണ് നമ്മൾ ഉദ്ദേശം? Grignard reagent ഉപയോഗിച്ച് എങ്ങനെ കാർബോക്സിലിക് ആസിഡ് ഉണ്ടാക്കാനല്ല. Grignard reagent ഈ പറഞ്ഞ സൊല്യൂഷനിലേക്ക് കാർബൺ ഡൈ ഓക്സൈഡ് ഡ്രൈ ആയി പാസ് ചെയ്യുകയോ അല്ലെങ്കിൽ അതിലേക്ക് ഡ്രൈ ഐസ് ആണ് സോളിഡ് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്, അത് ചേർക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ എന്തുണ്ടാവും? an additional product will be formed between carbon dioxide and a Grignard reagent like this, and which on hydrolysis will give the carboxylic acid. Okay, that is called carbonylation of Grignard reagent. ഈ രണ്ട് മെത്തേഡ് നമ്മൾ സിലബസിൽ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് hydrolysis of cyanides and secondly the carbonylation of Grignard reagents. ഈ രണ്ട് മെത്തേഡാണ് നമ്മളിപ്പോൾ ഇപ്പോഴത്തെ ഇതിൽ പഠിക്കാറുണ്ട്. രണ്ടും മനസ്സിലാക്കുക. രണ്ട് മെത്തേഡ് ഒരുപാട് മെത്തേഡ് കാർബോക്സിലിക് ആസിഡ് ഉണ്ടാക്കാറുണ്ട്. ബാക്കി വെച്ചാൽ നമുക്ക് രണ്ടെണ്ണേ പഠിക്കാനുള്ളൂ എന്നുള്ളതാണ് ഇത് പറയുന്നത്. ഓക്കെ, ഇപ്പൊ
മെത്തേഡായി, പ്രിപ്പറേഷൻ മെത്തേഡായി. ബയോമെത്തഡിൽ പ്രിപ്പറേഷൻ കഴിഞ്ഞാൽ അതിന്റെ പ്രോപ്പർട്ടീസ് ആണ് കാർബോക്സിലിക് ആസിഡിന്റെ റിയാക്ഷൻസ്. റിയാക്ഷൻസ് കാർബോക്സിലിക് ആസിഡിന്റെ വെറൈറ്റി ഓഫ് റിയാക്ഷൻസ് നമുക്ക് കുറച്ച് റിയാക്ഷൻസ് മാത്രം നമുക്ക് പഠിക്കാനുണ്ട്. എല്ലാം സിലബസിൽ സ്പെസിഫൈ ചെയ്തിട്ട് മാത്രം പഠിച്ചാൽ മതി. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ യു ലുക്ക് ഇൻടു ദി സ്ട്രക്ചർ ഓഫ് കാർബോക്സിലിക് ആസിഡ്. ആർ സി നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട്. ഓ, ഇതാണ് ഒരു കാർബോക്സിലിക് ആസിഡ്. ആർ എന്ന് പറഞ്ഞാൽ ആക്റ്റീവ് ഗ്രൂപ്പ്, ഈതൽ പ്രൊപ്പൈൽ അരൈൻ എന്തെങ്കിലും ആവട്ടെ. ദിസ് ഈസ് ദ സ്ട്രക്ചർ ഓഫ് ദി കാർബോക്സിലിക് ഗ്രൂപ്പ്. നമ്മൾ നേരത്തെ പറഞ്ഞു കാർബണൈൽ ഗ്രൂപ്പ് ആൻഡ് ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ജോയിൻ ടുഗദർ, സംതിങ് ലൈക്ക് ദാറ്റ്. ജോയിൻ ടുഗദർ എന്ന് പറയുമ്പോൾ അങ്ങനെയാണ് കാണുന്നത്. തോന്നുന്നത് എന്താണ്, ഒരു കാർബണൈൽ ഗ്രൂപ്പും ഒരു ഹൈഡ്രോക്സിൽ ഗ്രൂപ്പും കൂടി ജോയിൻ ചെയ്ത ഒരു ഗ്രൂപ്പാണ്. നമുക്കറിയാം ഓക്സിജൻ ഈസ് ഹൈ ഇലക്ട്രോനെഗറ്റീവ് ആൻഡ് there is every possibility of a electron shift in this direction leading to R C O with a S. Negative charge on this oxygen and a positive charge in this oxygen. So we can see that the actual structure of the carboxylic acid is a resonance hybrid of these two structures. The extreme ആണ്, അത് വേറെ extreme ആണ്. മനസ്സിലായില്ലേ? Or you can write an intermediate structure like this R C O O H. You can see here there is a single bond, here there is a double bond. So the hybrid will have a 1.5 bond. Here there is a double bond, here there is a single bond. This also will be represented by a 1.5 bond. Here there is no charge, here there is a minus charge. And average വരുമ്പോൾ delta minus ആരോ മൈനസ് ചാർജ് എന്ന് പറയും. ഇല്ല, ഇവിടെ 0, ഇവിടെ മൈനസ്, ഇവിടെ 0, ഇവിടെ പ്ലസ്. അപ്പോൾ അവിടെ ഒരു ഹാഫ് പ്ലസ് ചാർജ്, ഹാഫ് ചെയ്തിട്ട് ഡെൽറ്റ. So this is the active structure of the carboxylic acid. Carboxylic acid structure ഏകദേശം ഇങ്ങനെ ഉണ്ടാവും. ഇതൊരു റെസൊണൻസ് ഹൈബ്രിഡ് ആണ് ആദ്യം മനസ്സിലാക്കുക. നിങ്ങൾ പഠിച്ചിരുന്ന റെസൊണൻസ് സ്ട്രക്ചേഴ്സ് അല്ലേ? റെസൊണൻസ് is a phenomenon in which the active structure of a particular molecule cannot be represented by a single electronic formula. പഠിച്ചില്ലേ? And but it can be represented as a hybrid with or a combination of more than one formula. അതിന്റെ ഹൈബ്രിഡ് എന്താണ്, റെസൊണൻസ് ഹൈബ്രിഡ് എന്താണ്, റെസൊണൻസ് എനർജി എന്താണെന്ന് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. റെസൊണൻസ് സ്ട്രക്ചേഴ്സ് എങ്ങനെയായിരിക്കണം? ഈ സ്ട്രക്ചേഴ്സ് ആർ കോൾഡ് കോൺട്രിബ്യൂട്ടിംഗ് സ്ട്രക്ചേഴ്സ് ഓർ കാനോണിക്കൽ സ്ട്രക്ചേഴ്സ് എന്നുള്ള കാര്യം നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിലേക്കൊന്നും പോകുന്നില്ല. അപ്പോൾ കാർബോക്സിലിക് ആസിഡ് രൂപം ഏകദേശം ഈ രൂപത്തിലുണ്ടാവും. And we can say there is a positive charge on this this oxygen, that is the which is bearing the hydrogen bear ചെയ്യുന്ന ഓക്സിജന്റെ മുകളിൽ ഒരു പോസിറ്റീവ് ചാർജ് ഉള്ളത് കൊണ്ട് തന്നെ എന്താണ്, the electron pair that forms the bond between oxygen and hydrogen is attracted more towards oxygen. ഈ ഷിഫ്റ്റ് നമുക്കറിയാം. ഈ ഇലക്ട്രോൺ പെയർ, ഏത് ഇലക്ട്രോൺ പെയർ that is forming the bond between oxygen and hydrogen is shifted more towards oxygen, so that this hydrogen can easily be removed. ആ ഹൈഡ്രജൻ നമുക്ക് എളുപ്പത്തിൽ റിമൂവ് ചെയ്യാം. നമുക്കെല്ലാം മോളിക്യൂളിൽ യൂസ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം ഇലക്ട്രോൺ പരികൊണ്ട് വരുന്നതനുസരിച്ച് അതുമായിട്ടുള്ള ബന്ധം വീക്ക് ആയിരിക്കും. സോ ദാറ്റ് ഹൈഡ്രജൻ ക്യാൻ ബി റിലീസ്ഡ് ആസ് എ പ്രോട്ടോൺ. H+ ആയിട്ട് അത് പുറത്തേക്ക് പോകുന്നതാണ്. കൺസിഡർ ദിസ് മോളിക്യൂൾ ആക്ട്സ് ആസ് എ ആസിഡ് അല്ലേ? പ്രോട്ടോൺ ഡോണർ ആണ് ആസിഡ്. ഈ പ്രോട്ടോൺ ഡോണേറ്റ് ചെയ്യാൻ കുറച്ച് എളുപ്പമാണ്. കാരണം ഈ ടൈപ്പ് സ്ട്രക്ചർ ഉള്ളത് കൊണ്ട് തന്നെ ഓക്സിജൻ അടുത്ത് ചെറിയ പോസിറ്റീവ് ചാർജ് ഉള്ളത് കൊണ്ട് തന്നെ ഹൈഡ്രജനുമായിട്ടുള്ള ബോണ്ടിൽ ആ ഇലക്ട്രോൺ പെയർ ഓക്സിജനോട് കൂടുതൽ അടുത്തേക്ക് പോകുക. ഈ പെയർ ഉണ്ട്, അവിടെ ഒരു പെയർ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ടല്ലോ. ശരിക്ക് OH എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ പെയർ പ്രതീക്ഷിക്കുന്നത് ഇങ്ങനെയാണ്. അതിന് പകരം എന്താ ഉണ്ടാകുന്നത്? ഈ ഇലക്ട്രോൺ പെയർ ഹൈഡ്രജനോട് കൂടുതൽ അടുത്തേക്ക് പോകും. സോ ദാറ്റ് this get a partial positive charge and that can be released as a proton. That's why you can say carboxylic acid are acting as acids. സത്യമാണ്. പക്ഷെ സത്യമാണ് നിൽക്കുന്നില്ല. You can see that carboxylic നമ്മുടെ ഇതേ പ്രശ്നം ഒരു ആൽക്കഹോൾ എടുക്കും, ROH. അവിടെയും ഒരു OH ഗ്രൂപ്പ് ഉണ്ട്. പക്ഷെ അവിടുത്തെ OH ഗ്രൂപ്പില് ഈ ആൽക്കഹോൾ ആണെന്ന് നമുക്കറിയാം. ആൽക്കഹോൾസ് ആർ ഓൾ അസിഡിക് കോമ്പൗണ്ട്. അതിനും അസിഡിറ്റി ഉണ്ട്. പക്ഷേ their acidity is very very low compared to the acidity of a carboxylic acid. അതാണ് നമ്മുടെ പ്രധാന പ്രശ്നം. കാർബോക്സിലിക് ആസിഡിന്റെ അസിഡിറ്റി, അതിന്റെ അസിഡിക് നേച്ചർ
ആൽക്കഹോൾസിനെ അപേക്ഷിച്ച് വളരെ കൂടുതലാണ്. കാർബോക്സിലിക് ആസിഡ്സ് ആർ സ്ട്രോങ് ആസിഡ്സ് കമ്പയർഡ് ടു ആൽക്കഹോൾസ്. Compared to alcohols, കാരണം they are very weak acid compared to say our common acid like hydrochloric acid, nitric acid or sulfuric acid. ഇതുപോലെയുള്ള നമ്മുടെ കോമൺ മിനറൽ ആസിഡ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കാർബോക്സിലിക് ആസിഡ് വീക്ക് ആസിഡ് ആണ്. അതേസമയം ആൽക്കഹോൾ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കാർബോക്സിലിക് ആസിഡ് സ്ട്രോങ് ആസിഡ് ആണ്. ഏറ്റവും വീക്ക് ആസിഡ് ആൽക്കഹോൾ, അതിനേക്കാൾ സ്ട്രോങ് ആസിഡ് കാർബോക്സിലിക് ആസിഡ്, അതിനേക്കാൾ സ്ട്രോങ് ആസിഡ് നമ്മുടെ മിനറൽ ആസിഡ്, ആ റേഞ്ചിൽ വരും. So they are weak acid actually. Carboxylic acids are weak acid, no doubt. Acetic acid is considered as a weak acid. Benzoic acid is considered as a weak acid. All carboxylic acids are generally weak acids. But compared to alcohols, we can see that these acids are strong acids. Very strong compared to alcohols. അതാണ് പ്രത്യേകത. ആ സ്ട്രെങ്ത്തിനുള്ള കാരണം നമ്മൾ അന്വേഷിക്കുന്നത്. ഒരു കാരണം ഇതാണ്, ഈ പറഞ്ഞ ഫിനോമിന, ഇതാ ഈ പറഞ്ഞ സാധനം ഇവിടെ ഇല്ല. ഏതില്ല? പോസിറ്റീവ് ചാർജ് ഇങ്ങോട്ട് വലിക്കുന്ന, പക്ഷെ ഇവിടെ ആൽക്കൈൽ ഗ്രൂപ്പാണ്. ആൽക്കൈൽ ഗ്രൂപ്പ് ഇസ് ആക്ച്വലി യു നോ ആൽക്കൈൽ ഗ്രൂപ്പ് ഇസ് ഇലക്ട്രോൺ റിലീസിംഗ് ഗ്രൂപ്പ് അല്ലേ? ആൽക്കൈൽ ഗ്രൂപ്പ് ഇലക്ട്രോൺ റിലീസിംഗ് പ്ലസ് ഐ ഗ്രൂപ്പാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഇങ്ങോട്ട് ഇലക്ട്രോൺ ഷിഫ്റ്റ് ഇങ്ങോട്ട് അവിടെ അങ്ങോട്ടാവുന്നത്. അതുകൊണ്ട് തന്നെ അതിനപേക്ഷിച്ച് ഇത് സ്ട്രോങ് ആകുന്ന നമുക്ക് ഉറപ്പാണ്. ഈ ഒറ്റ ഇഫക്റ്റ് കൊണ്ട് മാത്രം ഇത്രയും സ്ട്രോങ് ആവില്ല എന്നുള്ളതാണ്. ഇത്ര സ്ട്രോങ് ആവാൻ സാധ്യതയില്ല. ഇത്രയും സ്ട്രോങ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞത് വീക്കാണ്, പക്ഷെ ആൽക്കഹോളിനെ അപേക്ഷിച്ച് വളരെ സ്ട്രോങ് ആണ്. ആൽക്കഹോളിന്റെ ആസിഡ് സ്ട്രെങ്ത് നമ്മൾ ഒന്നും എടുക്കുകയാണെങ്കിൽ ഇത് ചിലപ്പോൾ 1000 ആയിരിക്കും, അത്രയും വരും. മറ്റേതോ HCl ഉണ്ടാകുമ്പോൾ അത് ചിലപ്പോൾ 10,000 ലക്ഷം, വളരെ കൂടുതലായിരിക്കും. അപ്പൊ ഇതിനപേക്ഷിച്ച് ഇത് വളരെ വീക്കാണ്. ഇതിനപേക്ഷിച്ച് വളരെ ഈ വാല്യൂ വെറുതെ നമ്പറിനൊന്നും യാതൊരു അർത്ഥമില്ല, അങ്ങനെ ചിന്തിക്കരുത്. ഈ നമ്പറിനൊന്നും അർത്ഥം ഞാൻ പറഞ്ഞതേ ഉള്ളൂ, ആ വ്യത്യാസം മനസ്സിലാക്കാൻ വേണ്ടി. അപ്പൊ ഇത് നോക്കിക്കഴിഞ്ഞാൽ ഇതിനപേക്ഷിച്ച് വളരെ സ്ട്രോങ് ആണ്, ഇതിനപേക്ഷിച്ച് ഇത് വളരെ വീക്കുമാണ്. ഇതിനാന്ന് പറഞ്ഞാൽ മിനറൽ ആസിഡിനെ അപേക്ഷിച്ച് കാർബോക്സിലിക് ആസിഡ് വീക്ക് ആസിഡ് ആണ്. ആൽക്കഹോളിനെ അപേക്ഷിച്ച് കാർബോക്സിലിക് ആസിഡ് വളരെ സ്ട്രോങ് ആയ ആസിഡ് ആണ്. ആ സ്ട്രെങ്ത്തിന്റെ ഒരു കാരണം ആൽക്കഹോളിനെ അപേക്ഷിച്ച് കാർബോക്സിലിക് ആസിഡ് പ്രോട്ടോൺ റിലീസ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. അത് ഈ ഓക്സിജൻ പ്രസന്റ് ആയതുകൊണ്ടാണ്. മനസ്സിലായില്ലേ? ഇവിടെ ഓക്സിജൻ ഉണ്ട്, ഈ ഓക്സിജനാണ് പരിപാടി. അങ്ങോട്ട് ഇലക്ട്രോൺ ഷിഫ്റ്റ് ചെയ്ത് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്ത് ഇവിടെ പോസിറ്റീവ് ചാർജ് ഉണ്ടാക്കി ആ പ്രോട്ടോൺ വേഗം റിലീസ് ചെയ്തോളാൻ പറയും. അത് ആ ഓക്സിജന്റെ ഗുണമാണ്, ഈ ഓക്സിജന്റെ ഗുണമാണ്. മനസ്സിലായി? അല്ലെങ്കിൽ അതുകൊണ്ട് ഈ ഓക്സിജന്റെ ഒരു പോസിറ്റീവ് ചാർജ് വരുന്നതുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. പക്ഷെ ആ വരവ് കൊണ്ടും ഇത്രയും സ്ട്രോങ് ആവാൻ സാധ്യതയില്ല നമുക്ക് പറയാൻ പറ്റും. അപ്പൊ അതിന് വേറൊരു കാരണം കണ്ടേതാണ്, വേറൊരു കാരണമുണ്ട്, അതിലേക്കാണ് നമ്മൾ പോകുന്നത്. സോ യു കൻ സീ ദാറ്റ് കാർബോക്സിലിക് ആസിഡ് ആർ സച്ച് എ സ്ട്രോങ് ആസിഡ്. നമ്മൾ കാർബോക്സിലിക് ആസിഡിൽ നിന്ന് H+, കാർബോക്സിലിക് ആസിഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദാറ്റ് റിലീസ് എ പ്രോട്ടോൺ. അത് പോയി കഴിഞ്ഞാൽ ബാക്കി എന്താ കിട്ടുക? യു കൻ സീ ദാറ്റ് RCO- ഇല്ലേ? H+ പോയി കഴിഞ്ഞാൽ ഇത് പറഞ്ഞ ദിസ് ഈസ് കോൾഡ് ദി കാർബോക്സിലേറ്റ് അയോൺ. Carboxylate ion is the conjugate base of a carboxylic acid. Conjugate base ആണ് carboxylate ion. Acetic acid conjugate base ആണ് acetate ion. Hydrochloric acid conjugate base ആണ് chloride ion. The conjugate base of an acid is actually the species which is formed by the release of the proton. Proton by ബാക്കി വരുന്ന നേരാവണ്ണയാണ് നമ്മൾ ഇത് പറഞ്ഞത് അതിന്റെ കോഞ്ചുഗേറ്റ് ബേസ് എന്ന് പറയുന്നത്. ഇവിടെ പ്രോട്ടോൺ ബൈ ബാക്കി വരുന്ന എന്താണ്? ഇതിന്റെ കോഞ്ചുഗേറ്റ് ബേസ് ആയ കാർബോക്സിലേറ്റ് അയോൺ. അസെറ്റിക് ആസിഡ് ആണെങ്കിൽ അസെറ്റേറ്റ് അയോൺ, ബെൻസോയിക് ആസിഡ് ആണെങ്കിൽ ബെൻസോവേറ്റ് അയോൺ. മനസ്സിലായില്ലേ? ഈ അയോണിന്റെ സ്ട്രക്ചർ നോക്കി. ഇതിന്റെ സ്ട്രക്ചർ നമ്മൾ വരച്ചു. You can see that the structure of this നേരത്തെ പറഞ്ഞ പോലത്തെ ഒരു ഷിഫ്റ്റ് നമ്മൾ എന്നിട്ട് എന്തുണ്ടാവും? You can see that RCO. അപ്പോൾ എന്തായി? ഇവിടെ മൈനസ് ചാർജ് വന്ന് ഇവിടെ ചാർജ് പോയി, ഇവിടുത്തെ ചാർജ് പോയി, ഇവിടെ ഇവിടെ സിംഗിൾ ബോണ്ടായി, അവിടെ ചാർജ് വന്നു. Now if you look into this too, you can see that ഞാൻ ഈ ചോദ്യ ആരോ മാർക്ക് അങ്ങോട്ട് ഒഴിവാക്കിയാൽ you can see that RCO മൈനസും RCO മൈനസും ഈ രണ്ട് സ്ട്രക്ചർ നോക്കിക്കഴിഞ്ഞാൽ you can see that they are exactly identical, no difference at all. This is the structure of a carboxylate ion, that is the species left behind after the removal of the proton from the carboxylic acid. We get the carboxylate ion, and the carboxylate ion is actually having a resonance structure, and in this resonance we can see that it has both these contributing structures are exactly identical, no difference. ഇതൊക്കെ ഒരു വ്യത്യാസമില്ല, ഇത് മറിച്ചിട്ടാൽ അത്. പക്ഷെ ഇവിടെ കാർബോക്സിലിക് ആസിഡിലാണെങ്കിലോ ഇതൊരു സ്ട്രക്ചർ, ഇത് വേറെ സ്ട്രക്ചർ, രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. സമയം